നമസ്കാരം, എല്ലാവർക്കും കിട്ടുക കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അതിന്റെ അനാലിസിസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് നമുക്ക് സമയം തികഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവര്, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ SCERT പുസ്തകങ്ങൾ അടിത്തറയോടുകൂടി പഠിച്ചിട്ട് പോയത്, ഓൾഡ് NCERT പ്ലസ് ന്യൂ NCERT അടിത്തറയോടുകൂടി പഠിച്ചിട്ട് പോയ ആൾക്കാർക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. മാത്സ് ഒക്കെ എന്ന് പറയുന്നത് മിക്ക കുട്ടികളും പറഞ്ഞത് ഒരു 10 എണ്ണം അറ്റൻഡ് ചെയ്തവരുണ്ട്, 15 എണ്ണം അറ്റൻഡ് ചെയ്തവരുണ്ട്, ചിലർക്ക് 6 എണ്ണം മാത്രം കിട്ടിയവരുണ്ട് സമയത്തിന്റെ ലിമിറ്റേഷൻ കൊണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് തന്നെ SCERT ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, മിക്കതും SCERT ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ ഈ കേരള ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഈ 50ാമത്തെ ചോദ്യം തൊട്ട് 50, 51 തൊട്ട് താഴോട്ട് കിടക്കുന്ന ഈ ചോദ്യങ്ങൾ 60ാമത്തെ ചോദ്യം വരെ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത്. ഒരേ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചത്. ആ ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഏതാത്? കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ. ഇച്ചിരി വളരെ നീണ്ടൊരു പാഠമാണ് അല്ലെ, നമ്മൾ കുറെ നാളുകളായിട്ട് പറയുന്ന നീണ്ടു കിടക്കുന്ന ഒരു ചാപ്റ്ററാണിത്. പക്ഷേ ഈ 10 ചോദ്യവും സിമ്പിൾ അല്ല, അല്ലയോ? 10 മാർക്ക് അടുപ്പിച്ച് 10 ചോദ്യം ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നുവെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് PSC പരീക്ഷകളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. കാര്യം എന്താ, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യമായിട്ട്, അതായത് പുതിയ കുട്ടികളാണെങ്കിൽ ഒന്ന് കേൾക്കുക, അല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ്. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുമ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ, പോർച്ചുഗീസുകാരുടെ കാര്യം. കുഞ്ഞാലിമരക്കാര് പോർച്ചുഗീസുകാർ വന്ന സമയം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യക്കാര് വന്ന്, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരാണല്ലോ ആദ്യം വരുന്നത്. അപ്പൊ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര് ഇവിടെ വന്നിട്ട് ഇവിടെ നടത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധം 1741. അതുപോലെ താഴോട്ട് വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിരുന്ന പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പ്, ആദ്യകാല ചെറുത്തുനിൽപ്പ് സ്ഥിരം ചോദ്യമാണ്, പഴശ്ശിയുടെ കലാപം. അതുപോലെ താഴോട്ട് വരുന്ന സമയത്ത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും ഒക്കെ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ ലോക കമ്പോളത്തിന്റെ ഭാഗമായിട്ട് മാറിയത് റെയിൽപാത. ഇന്നലെ സിമ്പിൾ ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്തത് 1861 റെയിൽപാത. അതുപോലെ താഴോട്ട് നോക്കുന്ന സമയത്ത് ഈ ചോദ്യമൊക്കെ ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കാം. കുടിയായ്മ നിയമം, കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന 1914. തിരുവിതാംകൂറില് പണ്ടാരപ്പാട്ട് വിളംബരം നടന്ന വർഷം, കൊച്ചിയിലെ കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, വർഷം, സ്ഥലം എല്ലാം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി മുന്നോട്ടുള്ള ഓരോ 11ാം തീയതി 25ാം തീയതി ഒക്കെ നടക്കാൻ പോകുന്ന കുട്ടികൾ ഇത് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ദെൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്കിയായിട്ട് +1 ഒരു കേരള ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതും കൂടെ നോക്കുക. കണ്ടോ, 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. ഇന്നലത്തെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ആണല്ലോ, നിങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പൊ ഇത്, അതുപോലെ ആധുനിക വ്യവസായങ്ങളുടെ ഉദയം ഇന്നലെ ചോദിച്ചില്ല, ഇനി മുന്നോട്ട് ഇത് ചോദിക്കും. ഓരോ സ്ഥലം, അതായത് പുനലൂർ പേപ്പർ മില്ല് കൊല്ലം, കളമശ്ശേരി ഫാക്ടറി എറണാകുളം, ഓരോന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മുന്നോട്ടുള്ള പരീക്ഷകളിൽ ചോദിക്കും. കഴിഞ്ഞ ദിവസം ചോദിച്ച മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. കണ്ടല്ലോ. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ആയിരുന്നു പ്രവർത്തന മേഖല. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിൽ കേന്ദ്രീകരിച്ചിരുന്നതാണ്. അതുപോലെ ഈ ഒരു ചോദ്യം 1817 ഗൗരി പാർവതി ഭായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. ഇന്നലെ ചോദിച്ചു, കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്നലെ ചോദിച്ചതുമുണ്ട്, ഇനി മുന്നോട്ട് ചോദിക്കാൻ പോകുന്നതുമുണ്ട്. ഓക്കെ, താഴോട്ട് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ച വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം, ഇതിനകത്ത് ചോദിച്ചത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ചോദിച്ചത് വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഹോദര പ്രസ്ഥാനം, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറപ്പൻ, അരയ സമാജം, യോഗക്ഷേമ സഭ, ആത്മവിദ്യാസംഘമായിരുന്നു ഇന്നലെ ചോദിച്ചത്. ഇനി മുന്നോട്ടുള്ള എക്സാംസിന് ഈ പറയുന്നതെല്ലാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ് അല്ലാത്തതെന്നായിരുന്നു ചോദ്യം, അല്ലയോ? അപ്പൊ അല്ലാത്തത് ഏതാണെന്ന് പെട്ടെന്ന് ഇത് വായിച്ച ഒരാൾക്ക് പെട്ടെന്ന് എഴുതാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഈ ചാപ്റ്ററിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ അരുവിപ്പുരം പ്രതിഷ്ഠ 1888 ശ്രീനാരായണ ഗുരു നടത്തിയത് ഇന്നലെ ചോദിച്ച ഒരു ചോദ്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് താഴോട്ട് നോക്കുന്ന സമയത്ത്
ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മലബാറിലുണ്ടായിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റിയിട്ട്. അതുപോലെ 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തില് ഭരണപരിഷ്കരണം, കുടിയാന്മാർ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഏതാണ് ചർച്ച ചെയ്യാത്തതെന്നാണ് ഇന്നലെ ചോദിച്ചത്. ഇവിടെ കൃത്യമായിട്ട് കൊടുപ്പുണ്ട് എന്തൊക്കെയാ ചർച്ച ചെയ്തതെന്ന്. അപ്പൊ ചെയ്യാത്ത ഏതാണെന്ന് എളുപ്പമല്ലേ എഴുതാനായിട്ട്, ആണല്ലോ. അതുപോലെ തന്നെ നോക്കി 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആരായിരുന്നു അധ്യക്ഷൻ? ആനി ബസന്റ് ആയിരുന്നു. ഇനി മുന്നോട്ട് ചോദിക്കാം. എവിടെ വെച്ച് നടന്നു? പാലക്കാട്ട് വെച്ച് നടന്നു. ഇതൊക്കെ മുന്നോട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ പൂക്കോട്ടൂർ യുദ്ധം ചോദിക്കാം, ചേറ്റു ശങ്കരൻ നായരിനെ പറ്റി ചോദിക്കാം, മലബാർ ലഹള 1920 അത് ചോദിക്കാം, പുന്നപ്ര വയലാർ സമരത്തെ പറ്റി ചോദിക്കാം, തിരുവിതാംകൂറിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ പട്ടം താണുപിള്ളയെ പറ്റി ചോദിക്കാം, നിവർത്തന പ്രക്ഷോഭത്തെ പറ്റി ചോദിക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. കൊച്ചി, മലബാർ, അതുപോലെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളെ പറ്റിയിട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഐക്യ കേരള പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ഇതും നിങ്ങൾ +1 കൂടെ വായിക്കുമ്പോൾ കൃത്യമായിരിക്കും. ഐക്യ കേരള പ്രസ്ഥാനത്തെ പറ്റിയിട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുവരെ ഈ ഒരു ചാപ്റ്റർ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്ത് പഠിച്ചിട്ടില്ലാത്ത കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയാണല്ലോ. 50 മുതൽ 60 വരെയുള്ള 10 ചോദ്യങ്ങൾ അടുപ്പിച്ച് ഒരൊറ്റ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കരുതാത്ത ഒരു ചാപ്റ്ററാണിത്. സോ അത് കൃത്യമായി പഠിച്ചിട്ട് അടുത്ത സ്റ്റേജിലുള്ളവർ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു +1 കേരള ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതും കൂടെ ഇതിന്റെ ബാക്കിയായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 10-12 മാർക്കോളം പ്രിലിംസിന് ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.